മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. അവർ ജെറൂസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നു കൊണ്ടുപോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു. കാരണം അവനെ അവർ ഭയപ്പെട്ടു. ജനങ്ങളെല്ലാം അവൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി. ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ജീസസ് എൻറ്റേഡ് ഇൻടു ദ ടെമ്പിൾ എന്നുള്ള വിഷയമാണ്. യേശു ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. യേശു ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 15-ാം വചനത്തിലാണ് അങ്ങനെ വായിക്കുന്നത്. ഹി എൻറ്റേഡ് ഇൻടു ദ ടെമ്പിൾ. ഗ്രീക്ക് ഭാഷയിലാണ് മർക്കോസ് സുവിശേഷകൻ തൻ്റെ സുവിശേഷം വിരചിച്ചത്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഐസൽത്തേൻ യെസ്റ്റോൺ ന ഓൺ. ഐസൽത്തേൻ എന്ന് പറഞ്ഞാൽ ഹി എൻറ്റേഡ്, ജീസസ് എൻറ്റേഡ്, യെസ് ഇൻടു ഉള്ളിൽ, ഓൺ എവിടെ, ദ ന ഓൺ ദേവാലയത്തിൽ. അപ്പോൾ ജെറൂസലേം ദേവാലയത്തിലെ യേശു ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് വായിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നാം ഓർക്കണം, യേശുവിൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിൽ യേശു ജെറൂസലേം ദേവാലയത്തിൽ ചെന്നിട്ടുണ്ട്. ഈ ജെറൂസലേം ദേവാലയം രണ്ടാമത്തെ ജെറൂസലേം ദേവാലയമാണ്. ഈ ദേവാലയം പണി കഴിപ്പിച്ചത് 516 BC കിങ് ഡാരിയുസ് ആണ്. ഡാരിയുസ് രാജാവാണ് ഇത് പണി കഴിപ്പിച്ചത്. അന്ന് യഹൂദ ജനതയ്ക്ക് നേതൃത്വം കൊടുത്തത് സെറുബാബേൽ ജൂയിഷ് ലീഡറാണ്. യഹൂദന്മാരുടെ നേതാവായിരിക്കുന്ന സെറുബാബേലാണ്. അങ്ങനെ ഈ ജെറൂസലേം ദേവാലയം പണി കഴിപ്പിക്കുന്നതിന് മുമ്പുള്ള ആ ജെറൂസലേം ദേവാലയത്തെ അറിയപ്പെടുക സോളമൻ്റെ ദേവാലയം എന്നാണ്. ആ സോളമൻ്റെ ദേവാലയം നശിപ്പിക്കപ്പെട്ടത് BC 586 നെബൂഖദ്നേസർ രാജാവ് യഹൂദ രാജ്യത്തിലേക്ക് കടന്നു വരികയും അവിടെ ഉണ്ടായിരുന്ന 10,000-ഓളം യഹൂദരെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ രാജ്യം നഷ്ടപ്പെട്ട ഒരു ജനത പിന്നീട് 70 വർഷങ്ങൾക്ക് ശേഷം യഹൂദ ജനതയെല്ലാം തിരിച്ചു വരുന്നുണ്ട്. ഈ തിരിച്ചു വരുന്ന അവസരത്തിൽ അവർ സ്വന്തമായ വീട് പണിയുവാനായിട്ട് വ്യഗ്രത കാണിക്കുകയാണ്. ആ അവസരത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വിഭവങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെ വിഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് ജെറൂസലേം ദേവാലയം പണി കഴിപ്പിക്കുകയാണ്. ഈ രണ്ടാം ജെറൂസലേം ദേവാലയത്തെ അറിയപ്പെടുക ഹെറോദിൻ്റെ ദേവാലയം എന്നുകൂടി
അറിയപ്പെടുന്നുണ്ട് ഹെറോദ്സ് ടെമ്പിൾ എന്ന്. കാരണം BC 19-ാം നൂറ്റാണ്ടിൽ ഹെറോദ് ഗ്രേറ്റ് രാജാവ് ആ ജെറൂസലേം ദേവാലയം പുനരുദ്ധരിച്ചു. ഈ പുനരുദ്ധരിക്കപ്പെട്ട ദേവാലയത്തിൽ യേശു പല പ്രാവശ്യം ചെന്നിട്ടുണ്ട്. യേശുവിൻ്റെ ചെറുപ്പം നമ്മൾ കാണുന്നുണ്ട്. യോസേപ്പ് പിതാവും മാതാവും മറിയം മേരി ഉണ്ണീശോയും എടുത്തുകൊണ്ട് 7-ാം ദിവസം ജെറൂസലേം ദേവാലയത്തിൽ കൊണ്ടുചെന്ന് യഹോവയ്ക്ക് കാഴ്ചവെക്കുകയാണ്. തദവസരത്തിൽ യോവാക്യയും അന്നയുമുണ്ട്. യോവാക്യം പറയുന്നുണ്ട്, ഇവൻ പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമായി തീരുമെന്ന്. പിന്നീട് നമ്മൾ യേശുവിനെ കാണുന്നത് 12-ാമത്തെ വയസ്സിലാണ്. എല്ലാ വർഷവും ആണ്ടുതോറും യേശുവിനെയും കൊണ്ട് ജെറൂസലേം ദേവാലയത്തിൽ മറിയവും യോസേപ്പും പോയിരുന്നു. 12-ാമത്തെ വയസ്സിൽ യേശുവിനെ കാണാതെയാകുന്നുണ്ട്. തദവസരത്തിൽ യേശുവിനെ അന്വേഷിച്ച് മറിയവും യോസേപ്പും ചെല്ലുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താ മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. മൂന്നാമത് നമ്മൾ കാണുന്നത് തിരുനാൾ ദിവസം യേശു ഉച്ചത്തിൽ ദേവാലയത്തിൽ നിന്ന് ഉദ്ഘോഷിച്ചു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ജീവജലത്തിൻ്റെ അരുവികൾ അവനിൽ നിന്ന് നിറഞ്ഞൊഴുകും എന്നാണ് പറയുന്നത്. നാലാമത് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായിട്ട് കുറെ ആളുകൾ വരുമ്പോൾ യേശു ആ ജെറൂസലേം ദേവാലയത്തിൽ ഇരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരുന്നു. എൻ്റെ ചിന്തയിലുള്ളത് യേശു ജെറൂസലേം ദേവാലയത്തിൽ പ്രാർത്ഥന എഴുതിക്കൊണ്ടിരുന്നു. ജെറൂസലേം ദേവാലയം ആരെയും കുറ്റം വിധിക്കാനുള്ളതല്ല. ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കടമ അവിടെ പറയുകയാണ്, എല്ലാവരെയും രക്ഷിക്കുവാനായിട്ടുള്ളതാണ്. യേശു എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് അവതീർണനായത്. പ്രത്യേകിച്ച് 5-ാമത് പറയുകയാണ്, ദേവാലയം വിശുദ്ധീകരിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 15-ാം വചനത്തിൽ പറയുകയാണ്, അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു. ജീസസ് എൻറ്റേഡ് ഇൻടു ദ ടെമ്പിൾ, ഉള്ളിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. ആ അവസരത്തിൽ എന്തുകൊണ്ടാണ് യേശു ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതെന്ന് പറയുകയാണ്. അവിടെ നാണയമാറ്റക്കാരുടെയും പ്രാവു വിൽപ്പനക്കാരുടെയും മേശകൾ യേശു തട്ടിമറിച്ചിട്ടു എന്ന് വചനത്തിൽ നമ്മൾ കാണുകയാണ്. പിന്നീട് കാണുകയാണ്, യേശു പറയുകയാണ്, ഒരു മനുഷ്യനും ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നു കൊണ്ടുപോകാനുള്ള സ്ഥലമല്ല ദേവാലയം. അപ്പോൾ ദേവാലയത്തെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാട് യേശുവിൻ്റെ ജീവിതത്തിലൂടെ തരികയാണ്. അന്നേ വരെ ഒരു ജെറൂസലേം ടെമ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജെറൂസലേം ദേവാലയത്തിലാണ് യേശു എപ്പോഴും പഠിപ്പിച്ചിരുന്നത്. പിന്നീട് സിനഗോഗുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ജീവിതം എപ്പോഴും സെൻറ്റേഡ് അറൗണ്ട് ദ ടെമ്പിൾ. അപ്പോൾ ആലയത്തിന് ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു വിഷൻ യേശു നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവാലയം കച്ചവടത്തിനുള്ള സ്ഥലമല്ല, നാണയമാറ്റത്തിനുള്ള സ്ഥലമല്ല. അതുപോലെ ദേവാലയം ഈസി വേയിൽ ക്രോസ് ചെയ്യുവാനുള്ള സ്ഥലമല്ല. പിന്നീട് യേശു അവിടെ വിശുദ്ധീകരിച്ചു. ഹി എൻറ്റേഡ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പിന്നീട് യേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ദേവാലയം വിശുദ്ധീകരിച്ചുകൊണ്ട് യേശു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് യേശു ദേവാലയം വിശുദ്ധീകരിക്കുകയാണ് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ. അപ്പോൾ യേശുവിൻ്റെ പ്രധാനമായ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ജെറൂസലേം ദേവാലയത്തിലാണ്. യേശുവിൻ്റെ പ്രവർത്തനം 3 വർഷമാണ്
ഈ ജെറൂസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നത്. AD 30 മുതൽ 33 വരെയുള്ള ആ കാലഘട്ടത്തിൽ യേശു ആ ജെറൂസലേം ദേവാലയത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ ദേവാലയം കല്ലിന്മേൽ കല്ലില്ലാതെ ശേഷിക്കുമെന്ന്, അത് നശിച്ചു പോകുമെന്ന്. AD 70, ചിലർ പറയുന്നു AD 72, ആ ദേവാലയം കല്ലിന്മേൽ കല്ലില്ലാതെ ശേഷിച്ചു. ഇന്ന് ജെറൂസലേം ദേവാലയത്തിൻ്റെ ആ അടിത്തറയുടെ വലിയ 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 കല്ലുകളുണ്ട്. ആ കല്ലുകൾ ആ വെസ്റ്റേൺ മതിലിൽ ചെന്നിട്ട് മനുഷ്യർ നെറ്റി ഇടിച്ച് പ്രാർത്ഥിക്കും. ഞാനും അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. അപ്പോൾ ജെറൂസലേം ദേവാലയം ഒരു പുതിയ കാഴ്ചപ്പാട് യേശു തരികയാണ്. തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഇത് പുനരുദ്ധരിക്കപ്പെടുമെന്ന് യേശു പറയുക. ഈ ദേവാലയം കഷ്ടതകൾ കൊണ്ട്, ദുഃഖങ്ങൾ കൊണ്ട്, അടിച്ചമർത്തൽ കൊണ്ട്, മുൾമുടി കൊണ്ട്, കുരിശ് മരണം കൊണ്ട്, കുരിശ് ചുമക്കൽ കൊണ്ട് നിങ്ങൾ നശിപ്പിച്ചാൽ ഇത് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. എ ന്യൂ പെർസ്പെക്റ്റീവ് വി ക്യാൻ സീ about the temple. A total change is taking place. But the scribes and the പ്രധാന പുരോഹിതന്മാർ, ഹൈ പ്രീസ്റ്റ് ആരൊക്കെയാണ്? കയ്യപ്പാസും അന്നാസും ഈ മാറ്റത്തിന് സമ്മതിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഒരു പുതിയ മാറ്റം ദേവാലയത്തിൽ നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഈ പുതിയ ദേവാലയത്തിന് 4 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഔട്ടർ കോട്ട്, അത് ഹെറോദോസ് മഹാരാജാവ് പണി കഴിപ്പിച്ചെടുത്തതാണ്. അവിടെയാണ് ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് യേശു തിരുനാൾ ദിവസം ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. രണ്ടാമത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭാഗം കൂടിയുണ്ട്, ഇന്നർ കോട്ട്, ഉള്ളിലുള്ള ഭാഗം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഹോളി പ്ലേസ് ആണ്. അവിടെയാണ് മെനോറാഹ, കാഴ്ചയപ്പം, ധൂപിക്കലെല്ലാം നടന്നിരുന്നത്. നാലാമത്തേത് ഹോളി ഓഫ് ഹോളീസ്, ആർക്ക് ഓഫ് ദ കവനൻ്റ് അവിടെയായിരുന്നു. 10 പ്രമാണങ്ങളും അഹ്റോന്റെ പൂത്ത വടിയുമെല്ലാം അവിടെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ജെറൂസലേം ദേവാലയം ഇന്നില്ല. AD 70, 72 തകർക്കപ്പെട്ട ദേവാലയം ഇന്നില്ല. എന്നെങ്കിലും ഈ കഴിഞ്ഞ 2000 വർഷമായിട്ട് അവിടെ ജെറൂസലേം ദേവാലയം പുനരുദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ജെറൂസലേം ദേവാലയം ഇരുന്ന ആ സ്ഥലത്ത് അൽക്വാസ മോസ്കാണ് അവിടെയുള്ളത്. മുസ്ലിങ്ങളുടെ ഒരു മോസ്കാണ് അവിടെയുള്ളത്. ഞാനൊക്കെ ആദ്യമൊക്കെ ചിന്തിക്കുമ്പോൾ അത് മോസ്കാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ഇന്ന് അറബിയുടെ പൈസ കൊണ്ട്, അറബി രാജ്യത്തിൻ്റെ പൈസ കൊണ്ട് 40 കോടിയോ അതിൽ പരം പൈസ കൊണ്ട് ഒരു സ്വർണ്ണ ഗോപുരം അതിൻ്റെ മുകളിൽ വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഹോളി ലാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ലഭിക്കുന്നത് അൽക്വാസ ആ മോസ്കിൻ്റെ ചിത്രം അടങ്ങിയ ഭൂപടമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ദേവാലയത്തിൽ ഞാൻ എന്തിനു വേണ്ടി ജെറൂസലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നു? ഇന്ന് 100 കണക്കിന് ദേവാലയങ്ങളും പ്രാർത്ഥനാലയങ്ങളുമുണ്ട്. എൻ്റെ ദേവാലയം ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അത് കച്ചവട സ്ഥലമാക്കുകയാണോ? അത് ക്രോസ് ചെയ്യുവാനുള്ള സ്ഥലമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. എൻ്റെ പ്രാർത്ഥനാലയം, എൻ്റെ ദേവാലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്നാണ് യേശു തൻ്റെ പരസ്യ ജീവിതം അവസാനിപ്പിച്ച് കുരിശുമരണത്തിനു മുമ്പ് പറയുന്നത്. ഇത് പ്രാർത്ഥനാലയമാകട്ടെ, നല്ല പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടാകട്ടെ. നല്ല പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടെങ്കിലേ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. വളരെ വളരെ ചെറിയ ഒരു പുല്ലുകൊണ്ട് മേഞ്ഞ 2, 3, 4 പേർക്കിരിക്കാവുന്ന ഒരു സ്ഥലത്ത് ഉംസുവായിൽ ആസാമിൽ ധ്യാനിപ്പിക്കാൻ പോയി. അവിടെ കൈവിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉള്ളൂ. പക്ഷേ അവിടെയും ദിവ്യബലി അർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ യേശുവേ, അങ്ങ് ജെറൂസലേമിലെ ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറിയെന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ. ഐസൽത്തേൻ he entered a stone now on into the temple.
ദൈവമേ, പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ ദേവാലയത്തിൽ സമീപിക്കാനും അവിടെ മധ്യസ്ഥം വഹിക്കാനും സ്തുതികൾ അർപ്പിക്കാനും ഞങ്ങൾക്ക് ഇടയാകണമേ. ഓരോ ദേവാലയത്തിലും അങ്ങയുടെ സാന്നിധ്യമുണ്ടെന്നും ആ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുന്നവരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.